എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നോക്കുന്നത് 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി 2026 PSC ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. മുഗൾ കാലഘട്ടത്തിലെ രാജാ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? മുഗൾ കാലഘട്ടത്തിലെ രാജാ തോഡർമലിന്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? സപ്തി. ഓപ്ഷൻ ബി. 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയായുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയായുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? ജോൺ സെർമാൻ. 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത്? 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് വ്യക്തമായി നിർവചിച്ചത് കേന്ദ്ര പ്രവിശ്യ സർക്കാരുടെ അധികാരപരിധി. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ബി.പി. വാഡിയ. തോമസ് ജെഫേഴ്സൺ സഹസ്ഥാപകനായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത് ആരാണ്? സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത് ആരാണ്? അബൈ സീസ്. ഓപ്ഷൻ ഡി. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഡേഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഡേഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. മൂന്നാമത്തേത് ആൻസർ ഓപ്ഷൻ എ. മൂന്നാമത്തേത്. ഗൾഫ് സ്ട്രീം താഴെ പറയുന്നതിൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്രപ്രവാഹമാണ്? ഗൾഫ് സ്ട്രീം താഴെ പറയുന്നവയിൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്രപ്രവാഹമാണ്? അറ്റ്ലാന്റിക്. താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ സ്കെയിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? അറ്റ്ലസുകൾ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഉപദ്വീപ് നദി? ഗോദാവരി. താഴെ പറയുന്നതിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഒരു രൂപമല്ലാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഒരു രൂപമല്ലാത്തത്? ആണവോർജം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻ എ. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. സ്ഥിരവിലയുള്ള GDPയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? വിലയിലുള്ള GDPയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ GDPയിലെ വർധനവ്. ഇനി പറയുന്നതിൽ ഏതാണ് സർക്കാരിന്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗമല്ലാത്തത്? കാർഷിക സംഭരണ വിലകളിലെ വർധനവ്. GDP ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? GDP ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? നാമമാത്ര GDPയിൽ നിന്ന് യഥാർത്ഥ GDPയിലേക്ക്. വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നതിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? MNREGA. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഓപ്ഷൻ എ.
ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്. 10 വർഷത്തെ കാലാവധിയിലുള്ള ഒരു സർക്കാർ ബോണ്ട്. എക്സിക്യൂട്ടീവ് മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? എക്സിക്യൂട്ടീവ് മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെന്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ. വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ. ആൻസർ ഓപ്ഷൻ സി. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനെ ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന പ്രിൻസിപ്പൽ. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനെ ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന പ്രിൻസിപ്പൽ. സ്ഥാനപരമായ ഉത്തരവാദിത്തം. സ്ഥാനപരമായ ഉത്തരവാദിത്തം. ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? അവർ പൊതുതാൽപര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അവർ പൊതുതാൽപര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങളെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും അവ എന്തായതിനാലാണ്? മനുഷ്യാവകാശങ്ങളെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും അവ എന്തായതിനാലാണ്? എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. ഏതു മതത്തിലെ സേവനജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാരഗുരു PRDS സ്ഥാപിച്ചത്? ഏതു മതത്തിലെ സേവനജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാരൻ ഗുരു PRDS സ്ഥാപിച്ചത്? ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ അഭിലാഷ പദ്ധതിയായിരുന്നു OBOR? താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിന്റെ അഭിലാഷ പദ്ധതിയായിരുന്നു OBOR? ചൈന. ചൈന. അണ്ണാ ഹസാരെ ഡേഷുമായി ബന്ധപ്പെട്ടിരുന്നു. അണ്ണാ ഹസാരെ ഡേഷുമായി ബന്ധപ്പെട്ടിരുന്നു. അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. ഗോൾ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? കറുപ്പ് ഉൽപാദനം. കറുപ്പ് ഉൽപാദനം. ഇവയിൽ താളിയിൽ താനം എന്നും അറിയപ്പെടുന്നത് എന്താണ്? ഇവയിൽ താളിയിൽ താനം എന്നും അറിയപ്പെടുന്നത് എന്താണ്? രേവതി പട്ടത്താനം. രേവതി പട്ടത്താനം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവരിൽ ആരുടേതാണ്? മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവരിൽ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ആധുനിക ഒളിമ്പിക്സ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക്സ് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പനയും ഏതു പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്തത്? ആധുനിക ഒളിമ്പിക്സ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പനയും ഏതു പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്തത്? ബാരൺ പിയറി ഡി കൂബർട്ടിൻ. ബാരൺ പിയറി ഡി കൂബർട്ടിൻ. ഓപ്ഷൻ ബി. ദുലീപ് ട്രോഫി ഇനി പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദുലീപ് ട്രോഫി ഇനി പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുട്ടർ എഴുതിയ പുസ്തകം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുട്ടർ എഴുതിയ പുസ്തകം അല്ലാത്തത്?
കേരള സമാചാരം. കേരള സമാചാരം. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ വില്യം കീലി. ക്യാപ്റ്റൻ വില്യം കീലി. സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വില്ലിയുടെ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത് ആരാണ്? എം.എൽ. ദിംഗ്ര. എം.എൽ. ദിംഗ്ര. ഓപ്ഷൻ ബി. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ. ഓപ്ഷൻ ബി. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. സീൻ നദി. സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനിപ്പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിന്റെ സംവേദനക്ഷമത ഇനിപ്പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? റേഡിയോമെട്രിക് റെസല്യൂഷൻ. റേഡിയോമെട്രിക് റെസല്യൂഷൻ. മധ്യ ഉയര മേഘങ്ങൾക്ക് 2-8 കിലോമീറ്റർ. താഴെപ്പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെപ്പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? ആൾട്ടോസ്ട്രാറ്റം, ആൾട്ടോ ക്യുമുലസും. ആൾട്ടോസ്ട്രാറ്റസും ആൾട്ടോ ക്യുമുലസും. ധോലധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധോലധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മധ്യ ഹിമാലയങ്ങൾ. മധ്യ ഹിമാലയങ്ങൾ. ഗുണ്ടക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനിപ്പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ഗുണ്ടക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനിപ്പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ബീഹാറും ഉത്തർപ്രദേശും. ബീഹാറും ഉത്തർപ്രദേശും. കേരളത്തിലെ താഴെപ്പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? കേരളത്തിലെ താഴെപ്പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ്. കണ്ണൂർ, കാസർഗോഡ്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയിട്ടുള്ള മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഓപ്ഷൻ സി. ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ഒരു രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണ് ഉള്ളത്? ധനകാര്യ സെക്രട്ടറി GOL. ധനകാര്യ സെക്രട്ടറി. സർവോദയ പദ്ധതിയുടെ വക്താവ്. സർവോദയ പദ്ധതിയുടെ വക്താവ്. ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. NBFC എന്നാൽ? NBFC എന്നാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? 42ാമത് ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ഏത് പ്രദേശത്തും താമസിക്കാനും സ്ഥിരമാക്കാനുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ നൽകുന്നു? ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കാനും സ്ഥിരമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നവയിലൂടെ നൽകുന്നു?
ആർട്ടിക്കിൾ 19(1)(ഇ). ആർട്ടിക്കിൾ 19(1)(ഇ). അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്ന പ്രകാരം സ്ഥാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? ആനി ബസന്റ്. ഓപ്ഷൻ ബി ആനി ബസന്റ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? വിക്രം മിശ്രി. വിക്രം മിശ്രി. 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? 1945 ഒക്ടോബർ 30. 1945 ഒക്ടോബർ 30. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് റെയിൽവേ കമാനപാലം ഏത് നദിക്ക് മുകളിലാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ്. ചെനാബ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? NH-44. NH-44. ദൊണ്ടാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ദൊണ്ടാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകൾ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. ശരാവതി. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? താഴെ പറയുന്നതിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? സൈമൺ ജോൺസൺ. സൈമൺ ജോൺസൺ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 16(4). ആർട്ടിക്കിൾ 16(4). ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തർപ്രദേശ്, തെലുങ്കാന. ഉത്തർപ്രദേശ്, തെലുങ്കാന. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. ഓപ്ഷൻ ബി. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 19 പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്? 6. ഓപ്ഷൻ ബി 6. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3. ആൻസർ ഓപ്ഷൻ ബി 3. സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഷയത്തിൽ പെടുന്നു? സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു?
കൺകറന്റ് ലിസ്റ്റ്. ABCD ഇവരിൽ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റ് 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ. രാജീവ് കുമാർ, ബി. ഗ്യാനേഷ് കുമാർ, സി. DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ 3 പേരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരിയുത്തരം? ബി പറഞ്ഞത് ശരി. ബി പറഞ്ഞു ഗ്യാനേഷ് കുമാർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ബി പറഞ്ഞത് ശരി. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ്. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ഡി. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? വിഘടനം, ഡീകോമ്പോസിഷൻ. വിഘടനം. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയരോഗം, ട്യൂബർകുലോസിസ്. TB, ക്ഷയരോഗം. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV. ഓപ്ഷൻ ബി HIV. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം രണ്ടും എതിർദിശയിൽ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 kg പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? G = 10 m/s². ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 kg പിണ്ഡമുള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? 100 ന്യൂട്ടൺ. ഓപ്ഷൻ സി. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോററ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം? നൊബേൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിൽ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ട്രിഷ്യം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ബോയിൽ നിയമം. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണ ലായനിയുടെ pH മൂല്യമാണ് 7-നേക്കാൾ കുറവ്? NH4Cl. ഓപ്ഷൻ ബി. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി. പൂന്താനം നമ്പൂതിരി. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ
അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുൻ അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോൾ. എൽദോസ് പോൾ. കേരള ഫ്ലോക്കോർ അക്കാദമിയുടെ ആസ്ഥാന. കേരള ഫ്ലോക്കോർ അക്കാദമിയുടെ ആസ്ഥാന. ചിറക്കൽ, കണ്ണൂർ. ഓപ്ഷൻ എ ചിറക്കൽ, കണ്ണൂർ. തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിയിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷകളുടെ പൊട്ടിച്ചിരി വിരത്തി അടവു തുള്ളി കോലം തുള്ളലിലേക്ക് കൗങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഇത് ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഈ വിവരണങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി പടയണി. പടയണി. ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ഗ്യാനേഷ് കുമാർ. ശ്രീ ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ. ഷാജി എൻ കരുൺ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ആരവല്ലി. ആരവല്ലി. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഹർമൻ പ്രീതി കൗൾ. ഹർമൻ പ്രീതി കൗൾ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? മോഹൻലാൽ. മോഹൻലാൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത്? എന്റെ കേരളം എന്നും സുന്ദരം. എന്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക്. കിഴക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരള തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? കേരള തീരത്തു നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? മത്തി. ഓപ്ഷൻ എ മത്തി. താങ്ക് യു.